ഹലോ പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടു നോക്കാം. ഞാൻ പറയും ഇന്നതിന്റെ ഉള്ളിലിട്ട് മെല്ലെ കാലാസ്മയിലേക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ടേ സാറിന് പിന്നെ എവിടെയെങ്കിലും പുറത്ത് കിട്ടിയ തീർക്കും ഞാന് കൊന്നിട്ട് പറഞ്ഞ കൊന്നിട്ടും. ഇന്നിന്റെ ഫോൺ കണ്ടോ? എന്റെ ഫോൺ കണ്ടോ? പുറത്തത് ഞാൻ ഇവിടെ നല്ലപോലെ രീതി കിട്ടും. സ്കൂളിൽ സത്യമായിട്ട് ഞാൻ പോവുള്ളൂ. ഞാൻ അങ്ങനെ സ്വഭാവം വീഡിയോ കടത്തി തേങ്ങ മാങ്ങച്ച കാട്ട്. ഞാൻ പറയും ഇന്നതിന്റെ ഉള്ളിലിട്ട് മെല്ലെ കാലാസ്മയിലേക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ടേ സാറിന് പിന്നെ എവിടെയെങ്കിലും പുറത്ത് കിട്ടിയ തീർക്കും ഞാന് കൊന്നിട്ട് പറഞ്ഞ കൊന്നിട്ടും. ഇന്നിന്റെ ഫോൺ കണ്ടോ? എന്റെ ഫോൺ കണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ കണ്ടപ്പോൾ മാതാപിതാ ഗുരു ദൈവം എന്ന വചനമാണ് ഞാൻ ഓർത്തു പോകുന്നത്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ അധ്യാപകരെ കാണുമ്പോൾ തന്നെ നമുക്കൊക്കെ മുട്ട് വറക്കുമായിരുന്നു. എനിക്കൊക്കെ ശരിക്കും എന്താ പറയുക, ഒരു നല്ല പേടി തന്നെയായിരുന്നു. അധ്യാപകരൊക്കെ ക്ലാസ്സിലേക്ക് വരുമ്പോഴായാലും റോഡിൽ കണ്ടാലും എവിടെ കണ്ടാലും അധ്യാപകരോട് അവരുടെ അടുത്ത് പോയി നിന്ന് സംസാരിക്കാൻ പോലും പേടിയോ ബഹുമാനമാണോ എന്താണെന്നറിയില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിലാണ് നമ്മളൊക്കെ വളർന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ തലമുറ ഏത് വഴിക്കേക്കാണ് പോകുന്നത്? ഇന്നത്തെ തലമുറയെ ആരാണ് ഇങ്ങനെ അഴിച്ചുവിട്ടിരിക്കുന്നത്? വീട്ടിൽ പേരൻസിനെ പോലും പേടിയില്ലാത്ത ഒരു തലമുറയാണ് ഇന്ന് ആണായാലും പെണ്ണായാലും വളർന്നു വരുന്നത്. നമ്മൾ ഇതിൽ കാണുന്നു, ആ കുട്ടി അധ്യാപകനോട് ആക്രോശിക്കുകയാണ്. കാരണം അവൻ്റെ മൊബൈൽ പിടിച്ചു വെച്ചതാണ് കാരണം. ഇന്നെന്ന് വെച്ചാൽ ചെറിയ കുട്ടികളടക്കം ഇന്ന് മൊബൈൽ അവരുടെ കയ്യിലുണ്ടാവും. ഓൺലൈൻ ക്ലാസ്സൊക്കെ വന്നതിന് ശേഷം എല്ലാ കുട്ടികളും മൊബൈലിൻ്റെ ഉപയോഗവും മൊബൈൽ എങ്ങനെയാണ് അതിലെ സെറ്റിങ്സും എല്ലാ കാര്യങ്ങളും കുട്ടികൾക്കറിയാം. അതുകൊണ്ട് ഇന്ന് വലിയ ആൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ അധിക കുട്ടികളുടെ കയ്യിലും മൊബൈൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് രക്ഷിതാക്കൾ തന്നെയാണ്. രക്ഷിതാക്കൾ വാങ്ങിക്കൊടുത്തിട്ടാണല്ലോ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാകുന്നത്. പക്ഷേ രക്ഷിതാക്കളെ മുഴുവനായിട്ട് നമുക്ക് കുറ്റം പറയാനും കഴിയില്ല. കാരണം പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഓൺലൈനിൽ നിന്നൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഒരുപാട് അറിവ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ അച്ഛനും അമ്മയൊക്കെ അത് വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ അത് ദുരുപയോഗം ചെയ്യുന്ന ഇതുപോലെയുള്ള കുട്ടികളെ എങ്ങനെയാണ് നേർവഴിക്ക് കൊണ്ടുവരിക? ആ കുട്ടി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ആ കുട്ടി ശരിയായ ഒരു മനസ്സിൻ്റെ ഉടമ തന്നെയാണോ അതോ മയക്കുമരുന്നിന് അടിമയാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്നു. ഇന്നെന്ന് പറഞ്ഞാൽ SSLC എന്ന് മാത്രമല്ല, +1 +2 ഒരു എന്താ പറയുക, ഒരു 7th സ്റ്റാൻഡേർഡ് ഒരു 5th സ്റ്റാൻഡേർഡ് തൊട്ട് അങ്ങോട്ടുള്ള കുട്ടികളെല്ലാവരും അധിക പേരും മയക്കുമരുന്നിനൊക്കെ അടിമകളായി മാറുന്നു എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. എല്ലാ സ്കൂളും കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് മാഫിയൊക്കെ ജോലി ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ആൾക്കാർ മാത്രമല്ല, നാട്ടുകാരും എല്ലാവരും പറഞ്ഞെങ്കിലും അതൊന്നും കൺട്രോളിൽ കൊണ്ടുവരാൻ ആർക്കും സാധിക്കുന്നില്ല. സ്കൂളിലുള്ള അധ്യാപകരൊക്കെ ഒരുപാട് അത് കെയർ ചെയ്യുന്നുണ്ട്. കാരണം എനിക്കത് നന്നായിട്ടറിയാം, ഞാനും ഒരു അധ്യാപികയാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒരുപാട് വിഷമം തോന്നുന്നു. കാരണം അധ്യാപകനെ ബഹുമാനിക്കേണ്ടിടത്താണ് നിങ്ങൾ പുറത്തിറങ്ങിയാൽ നിങ്ങളെ തട്ടിക്കളയും എന്നൊക്കെ പറയുന്ന ഒരു വിദ്യാർത്ഥി മുഖത്ത് നോക്കി എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നു? ആ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അധ്യാപകനോട് കാണിക്കേണ്ട ഒരു ബഹുമാനം പോലും കാണിക്കാതെ ആ കുട്ടി എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി വരുന്ന തലമുറ ഏത് രീതിയിലാണ്? എല്ലാവരും പറയുന്നു പോലീസ് കേസെടുത്ത് ആ കുട്ടിക്ക് നല്ലോണം ആ കുട്ടിക്ക് മനസ്സിലാവുന്ന തരത്തിൽ പോലീസ് കേസൊക്കെ എടുത്ത് നല്ല ഒരു ചുട്ട അടി കൊടുക്കുകയാണോ വേണ്ടത്, അല്ല വേറെ എന്തെങ്കിലും ശിക്ഷ കൊടുക്കുകയാണോ വേണ്ടത്? അതെന്ന് പറഞ്ഞാൽ ആ കുട്ടി ഒരു അറിവില്ലാത്ത പ്രായത്തിലാണ് ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ആ കുട്ടിക്ക് എന്താണ് പ്രശ്നം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാതെ പോലീസ് കേസൊക്കെ എടുത്ത് ആ കുട്ടിയെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ചെറുപ്പത്തിലേ കുട്ടി മാനസികമായിട്ട് വല്ലാതെ ഇതായി പോകും. നമ്മൾ ചെറിയ കുഞ്ഞുമക്കളെ, സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ അവരുടെ പക്വതയില്ലായ്മ കണക്കിലെടുത്ത് വേണം നമ്മൾ പെരുമാറാൻ. അല്ലാതെ കുട്ടികൾ ഇങ്ങനെ പെരുമാറുന്നത് കണ്ട ഉടനെ തന്നെ പോലീസ് കേസ് എടുക്കുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടത്. എന്നാലും മറ്റു ചിലർ ഓൺലൈനിലും മറ്റ് വാർത്താ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നുകൊണ്ട് പോലീസ് കേസൊക്കെ എടുത്തത് ആ കുട്ടിക്ക് തക്കതായ ശിക്ഷ കൊടുത്ത് ആ കുട്ടിയെ മനസ്സിലാക്കിപ്പിക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു കൗൺസിലിങ്ങും അതുപോലെ തന്നെ വീട്ടിലുള്ള ആൾക്കാരോട് സംസാരിച്ചുമൊക്കെ ഇത് തിരുത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് തന്നെയായാലും ആ കുട്ടി ആ അധ്യാപകനോട് ചെയ്തത് പൊറുക്കാൻ പറ്റാത്തൊരു തെറ്റ് തന്നെയാണ്. അതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു മൊബൈലിന് വേണ്ടിയിട്ട് നിങ്ങൾ പുറത്തിറങ്ങിയാൽ നിങ്ങളെ തട്ടിക്കളയും, നിങ്ങൾക്ക് എൻ്റെ സ്വഭാവം അറിയില്ല, അങ്ങനെയൊന്നും ഒരിക്കലും ഇതുപോലെ ഇത്രയും
ഒരു ഇതില്ലാതെ, ഒരു അധ്യാപകനോടൊരു ബഹുമാനം ഇല്ലാതെ പെരുമാറാൻ ഒരിക്കലും പാടില്ല. ഇത് കണ്ട് ആരും വളരരുത്. ഇത് ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാ കുഞ്ഞു മക്കളും, നിങ്ങൾ മൊബൈൽ ആവശ്യത്തിന് 1 മണിക്കൂർ ഉപയോഗിച്ചോളൂ. പക്ഷേ നിങ്ങളതിന് അടിമകളായിരിക്കരുത്. നിങ്ങൾ അതിനുവേണ്ടി ആരെയും കൊല്ലുന്ന അവസ്ഥയിലേക്ക് പോകരുത്. മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോറൊന്നും തരില്ല. മൊബൈൽ എന്ന് പറഞ്ഞാൽ ഒരു വിനോദത്തിനും അതുപോലെ തന്നെ നമുക്ക് വിജ്ഞാനത്തിനുള്ള ഒരു ഉപാധി മാത്രമാണ്. അത് മാത്രമായിട്ടേ നമ്മൾ അതിനെ കാണാനും പാടുള്ളൂ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഞാനും 2 കുട്ടികളുടെ അമ്മയാണ്. എൻ്റെ മക്കളും മൊബൈലൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികൾ തന്നെയാണ്. ഞാനും അവരെ കൺട്രോളിലേക്ക് ചെയ്തു കൊണ്ടുവരികയാണ്. കാരണം നാളെ വളർന്നു വരുന്നൊരു തലമുറ ഒരിക്കലും മൊബൈലിന് അടിമയാവാൻ പാടില്ല എന്നുള്ള ഒരു സന്ദേശം എല്ലാവരിലും എത്തിക്കുന്നതിന് വേണ്ടി എല്ലാവരും പരിശ്രമിക്കുക. എല്ലാ മാതാപിതാക്കളും അവരുടെ മക്കളെ സൂക്ഷിക്കുക. അവരെന്താണ് ചെയ്യുന്നത്, അവരെന്ത് ഗെയിമാണ് കളിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാലം തന്നെയാണിത്. നമ്മളതൊക്കെ ചകഞ്ഞ് വേണം എല്ലാം. അവരുടെ മാനസിക നില തെറ്റാനും പാടില്ല. അവരുടെ ആ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിന് താളം തെറ്റുന്ന പ്രായമാണ് അവർക്ക്. ആ പ്രായവും കൂടി കണക്കിലെടുത്ത് കൊണ്ട് വേണം അവരെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ചങ്ങാതിമാരെ, നിങ്ങളും നിങ്ങളുടെ വീട്ടിലും കുട്ടികളൊക്കെ ഉണ്ടാവും. ഇത് അവരോടും പറയാം, ഇതുപോലെ അധ്യാപകരോടൊക്കെ ബഹുമാനത്തോടെ പെരുമാറാൻ അവരെ പഠിപ്പിക്കുക. ആദ്യത്തെ വിദ്യാലയം എന്ന് പറയുന്നത് വീടാണ്. വീട്ടിൽ നിന്നും വീട്ടിലെ ആ ഒരു അന്തരീക്ഷമാണ് കുട്ടികൾ സ്കൂളിൽ പോയിട്ടും കാണിക്കുന്നത്. സ്കൂളിലുള്ള അധ്യാപകർക്ക് മാത്രം കുട്ടികളെ ശരിയായ രീതിയിലും അച്ചടക്കത്തിലും ഒന്നും കൊണ്ടുവരാൻ സാധിക്കില്ല. വീട്ടിലുള്ളവരും ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ഒരു നല്ല തലമുറ നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ടാറ്റ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.